പക്ഷെ എന്റെ പഴയകാല പ്രസംഗത്തെ അറിയുന്നവർ ഇമാം മുഹീദ്ദീൻ നബവി റളിയല്ലാഹു അൻഹുവിനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് മലയാളത്തിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതും എന്റെ പ്രസംഗമൊക്കെ കേൾക്കുന്ന ആളുകൾക്കറിയാം ഞാൻ എന്ത് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്ന് അവർ പഠിക്കും. അവരൊന്നും അങ്ങനെ തെറ്റിദ്ധരിക്കൂല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ആ തെറ്റിദ്ധാരണ നീക്കാനാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ദജ്ജാലികളായ മുഹദ്ദിസുകൾ എന്ന് പറഞ്ഞ് ഹദീസ് ഗ്രന്ഥങ്ങളെ മുഴുവൻ ഞാൻ അവഹേളിച്ചു എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. അതിന് ഞാൻ ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് പേരോട് കളിക്കുന്ന കളി കാണുക. കള്ളനാണയങ്ങൾ ഏത് ഫന്നിലെ ഇല്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ, വളരെ വിനീതമായി നിഷ്പക്ഷമായി തസവ്വുഫ് മാർഗത്തെ മൊത്തം വിമർശിക്കുന്നവരോട് ചോദിക്കട്ടെ, ഹദീസ് ശാസ്ത്രമാണല്ലോ ഏറ്റവും വലിയ ഇൽമുൽ ഹദീസ്, ഖുർആന്റെ കഴിഞ്ഞാൽ പിന്നെ ആ മേഖലയിൽ കള്ളനാണയങ്ങളില്ലേ? ഉണ്ട്. അൽ മുഹദ്ദിസൂൻ, ഹദീസ് പണ്ഡിതന്മാരായി വലിയ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച പണ്ഡിതന്മാർ, അദ്ദജ്ജാലൂനൽ കദ്ദാബൂനൽ വല്ലാഊൻ എന്ന വിഭാഗക്കാരില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വ്യാജമായ കള്ളത്തരങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് ദജ്ജാലുകളായി പ്രവർത്തിച്ചവർ അൽ മുഹദ്ദിസൂൻ എന്ന വിഭാഗത്തിലില്ലേ? എന്നല്ല, മുസ്ലിം ഉമ്മത്തെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളായി പൊക്കിപ്പിടിക്കുന്ന ചില ഗ്രന്ഥങ്ങളിൽ പോലും, അറിയപ്പെട്ട പ്രസിദ്ധമായ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ പോലും സ്വാഭാവികമായും ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജമായി ചിത്രീകരിക്കുന്ന, വളരെ മോശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വ്യാജ ഹദീസുകൾ കൊടുത്ത കള്ളന്മാര്, അവര് ദജ്ജാലികളാണ്. ശരിയാണ്. അതുകൊണ്ട് എന്താ അർത്ഥം? എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും ചുട്ടുകത്തിക്കണം എന്നാണോ? എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളെയും ബഹിഷ്കരിക്കണം എന്നാണോ? മുഹദ്ദിസൂൻ എന്ന വിഭാഗം തന്നെ കള്ളന്മാരാണെന്ന് പറയലാണോ? ഇതല്ലേ സൂഫി മേഖലയിൽ ഉണ്ടായിട്ടുള്ളൂ. ഇനി തഫ്സീർ, അൽ മുഫസ്സിറൂൻ, അതൊരു വിഭാഗമാണ്. ഖുർആൻ വ്യാഖ്യാനങ്ങളെ സമ്പുഷ്ടമാക്കിയ മഹാന്മാർ ഈ ഉമ്മത്തിനെമ്പാടും വന്നിട്ടുണ്ട്. എന്നാൽ എത്ര തഫ്സീറുകളുണ്ട്? ഇസ്രായേലി കള്ളക്കഥകളുടെ ചപ്പുചവറുകൾ അറബി ഭാഷയിൽ എഴുതപ്പെട്ട തഫ്സീറുകളിൽ ഇല്ലേ? പക്ഷെ അതുകൊണ്ട് യഥാർത്ഥ ഉലമാക്കളായ മുഫസ്സിരീങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ പ്രകാശിപ്പിച്ചവരെ പറ്റി കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഖുർആന് ഇസ്രായേലി കള്ളക്കഥകളൊക്കെ എഴുതി തഫ്സീർ ഉണ്ടാക്കിയ ഏതോ ആളുകൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ ഒന്നായിട്ട് എതിർക്കാൻ പറ്റുമോ? ശരി, ഇത് രണ്ടും അംഗീകരിച്ചല്ലോ എല്ലാവരും. എന്നാൽ ഫുഖഹാ, കർമ്മശാസ്ത്ര മേഖലയിൽ ഇമാം ശാഫിഈയെ പോലെ, അൽ ഇമാം മുഹീദ്ദീൻ നബവിയെ പോലെ, അൽ ഇമാം ഖാത്തിമത്തുൽ മുഹദ്ദിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമിയെ പോലെ, അശ്ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹും അവരൊക്കെ ഉണ്ട്. അതേ സന്ദർഭത്തിൽ ഫിഖ്ഹിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട്, ഫിഖ്ഹിൽ പല കള്ളത്തരങ്ങളും കൂട്ടിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന പല മസ്അലകളും എഴുതി ഉണ്ടാക്കി ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയ ഫിഖ്ഹിന്റെ കിതാബുകളില്ലേ? ഞാൻ ആളെ പേര് പറയുന്നില്ല. ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെയോ മുസ്ലിം പണ്ഡിതന്മാരോ അംഗീകരിക്കാത്ത ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളില്ലേ ഇവിടെ? അപ്പൊ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ കുറെ അങ്ങനെ ഉണ്ട്. അതിന്റെ അർത്ഥം കുറെ ഫുഖഹാക്കൾ മോശപ്പെട്ടു പോയി എന്നാ? അതിന്റെ പേരിൽ എല്ലാ ഫുഖഹാക്കളെയും അകറ്റി നിർത്തണമോ? അവരുടെ എല്ലാ ഗ്രന്ഥ വായനകളും അവസാനിപ്പിക്കണമോ? എങ്കിൽ അസൂഫിയ അതുപോലെ തന്നെയല്ലേ ഒരു വിജ്ഞാന ശാസ്ത്ര ശാഖ എന്ന നിലക്ക് അതിൽ കള്ളന്മാര് വരും. എന്തുകൊണ്ട്? ഏറ്റവും സുഖമുള്ള പരിപാടിയാണ്, വളരെ സുഖമുള്ള പരിപാടിയാണ്. ഇൽമിന്റെ ആവശ്യമില്ല. 4 കറാമത്ത് പ്രചരിപ്പിക്കാൻ 4 ആളുകളെ ഏജൻസിയാക്കി വിട്ടാൽ മതി. എന്നിട്ട് കുറച്ച് താടിയും ചൊക്കടയും ഈ ജാടകളും ഉണ്ടായിട്ട് എവിടെ ഇരിക്കുക. എന്നിട്ട് കുറെ അനുയായികളെ വളർത്തിയെടുത്തിട്ട് അവർക്ക് ശരിയായിട്ടും ഉണ്ടാവില്ല, തെരീക്കത്തും ഉണ്ടാവില്ല. 20 മണിക്കൂർ ദൈർഘ്യമുള്ള എന്റെ MP3 കാസറ്റ് മാത്രം കേട്ടാൽ മതി, CD. നാ മറുപടിയാകും. എന്നാ ഈ പറഞ്ഞ പ്രസംഗ ഭാഗത്തെ പറ്റിയിട്ട് പേരോട് പറയുന്ന ഒന്ന് കേൾക്കുങ്ങൾ, എന്നാ രണ്ടും കൂടി മനസ്സിലാവും. തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. മുഹദ്ദിസീങ്ങളെ പറ്റി എന്താ പറയുന്നത്? കക്കാടുന്നറിയോ? ദജ്ജാലികളാണ്. ആര്? ഹദീസ് പണ്ഡിതന്മാർ കള്ളന്മാരാണ്. ആരാ പറയുന്നത്? കക്കാട് പൈസി. നബവി ഇമാമിനാണ് ബസീറത്തില്ല എന്ന് പറഞ്ഞത്. നബവി ഇമാമിന് ബസീറത്തില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് വല്ലാതെ പറയുന്നുണ്ട് ഈ മനുഷ്യൻ. എവിടെ ഉണ്ട് 20 മണിക്കൂറിൽ ഞാൻ പ്രസംഗിച്ചത്? ഒരു സ്ഥലത്തും 10 സ്ഥലത്തും ഒന്നും അല്ല ഇയാൾ പറയണത്. എന്റെ പ്രസംഗം അയാൾ കേട്ടിട്ടുണ്ട്, എന്നിട്ടാണല്ലോ എല്ലായിടത്തും നിന്ന് ക്ലിപ്പ് വെച്ച്. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ജീവിക്കുന്ന തെളിവല്ലേ. ഇപ്പൊ ഇവിടെ വിറ്റുകൊണ്ടും ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന CD അല്ലേ അത്? എന്നിട്ട് കള്ളത്തരം പറയേ നബവി ഇമാമിനെ പറ്റി റളിയല്ലാഹു അൻഹു. ഞാൻ ആ മഹാനെ ബഹുമാനിക്കുന്ന രീതി എന്റെ പ്രസംഗം അനുഭവം അറിഞ്ഞവർക്കറിയാം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയും. ഒരാളെ ചവിട്ടിത്തേക്കണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെയാണോ കരിവാരിത്തേക്കേണ്ടത്? പേരോട് പറയുന്നത് നോക്ക്. പറയുന്നത് എന്താണ്? ബസീറത്തില്ല. നബവി ഇമാം റളിയല്ലാഹു അൻഹു ബസീറത്തില്ല. ഫത്ഹുൽ മുനീർ സൈനുദ്ദീൻ മഖ്ദൂമിന് ബസീറത്തില്ല. തുഹഫയിലെ ഇബ്നു ഹജർ തങ്ങൾക്ക് ബസീറത്തില്ല. ഇമാമിയക്ക് ബസീറത്തില്ല. ഇതുപോലെ ഓരോ ആരോപണം പറയാണ്. എന്റെ CD കേട്ടാൽ ഇൻഷാ അല്ലാഹ് പരിഹാരമാവും. അത്രേ ഒരു പരിഹാരമുള്ളൂ.
വെറുതെ കള്ള ആരോപണം നടത്തുക. മുഫസ്സിറുകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കുഴപ്പങ്ങൾ. ഫഖ്റുദ്ദീൻ റാസിയെ കുറിച്ച് യഥാർത്ഥത്തിൽ അവരെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞത് വളരെ ഭംഗിയായി. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുയുടെ 30 വാള്യങ്ങളുള്ള തഫ്സീർ കണ്ടുണ്ട്. അതിനെയൊക്കെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? ഞാൻ പറഞ്ഞ ആ ഭാഗം ഒന്ന് കേട്ടു നോക്ക്. ചോദ്യമെന്ന് വന്നാൽ മറുപടിയുടെ പ്രവാഹമാണ്. മറുപടിയുടെ പ്രവാഹമാണ്. പരിശുദ്ധ ഖുർആൻ ഓതി ഏതെങ്കിലും ഒരു ആയത്ത് ഗൗരവ തരത്തിലുള്ള പെട്ടെന്ന് അർത്ഥവ്യാഖ്യാനം ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചോദിച്ചാൽ ചിലപ്പോൾ പറയും യഖൂലുൽ മുഫസ്സിറൂന റളിയല്ലാഹു അൻഹും. തഫ്സീറുകളിലൊക്കെ സാധാരണഗതിയിൽ ഈ ആയത്തിനെ സംബന്ധിച്ച് പറയാനുള്ള ഭാഗങ്ങൾ അങ്ങ് പറയും. കുറെ അങ്ങ് പറഞ്ഞതിന് ശേഷം പറയും ഹാദാ മുഹ്തമലുൻ ഹാദൽ മാനാ സഹീഹുൻ. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, വളരെ കറക്റ്റാണ്. റളിയല്ലാഹു അൻഹും ذلك مبلغهم من العلم. ഇത് അവർക്ക് അല്ലാഹു നൽകിയ ഇൽമിന്റെ ഹദ്ദാണ്. അത് അവർക്ക് ലഭിച്ചതിന്റെ പരിധിയിലാണ് അവർ പറഞ്ഞത്. ഇത്രയും പറഞ്ഞതിന് ശേഷം അങ്ങ് പറയാൻ തുടങ്ങും വനഹ്നു ബിഫളില്ലാഹി സുബ്ഹാന ബിമദദി ശൈഖിന എന്നൊക്കെ പറയും. ചിലപ്പോ നമ്മുടെ ഷെയ്ഖിന്റെ മദദ് കൊണ്ട് ഞാൻ പറയട്ടെ, അള്ളാഹു നമുക്ക് തന്ന ഫضل കൊണ്ട് ഞാൻ പറയട്ടെ. ചിലപ്പോഴും ഒരൊറ്റ ആയത്തുമായി ബന്ധപ്പെട്ട് ഹഖായിഖിന്റെ ലോകത്തേക്ക്, പലപ്പോഴും അത് സദസ്സിനനുസരിച്ചാണ്. വല്ലാഹിൽ അളീം ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ്സിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശരത്നങ്ങൾ, ജ്ഞാനമുത്തുകൾ, അത് വല്ലാത്തതാണ്. അച്ചടിക്കപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങളെയും ഹദീസ് ഗ്രന്ഥങ്ങളെയുമൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സെർച്ച് നടത്താൻ സന്ദർഭമുള്ള കാലമാണ്. ഈ വിനീതൻ വർഷങ്ങളായി അത്തരം മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഷെയ്ഖ് മുഖ്താർ തരുന്ന ചില ഹദീസുകളുടെയും ഖുർആനിന്റെയും വ്യാഖ്യാന ഭാഗങ്ങൾ പലപ്പോഴും ഞാൻ തെരഞ്ഞു നടന്നിട്ടുണ്ട്. ആദ്യകാലത്ത് വല്ലാതെ തെരയുമായിരുന്നു, എന്നാൽ പലതും കണ്ടിട്ടില്ല, എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണാത്തത്. ഓഹോ, അപ്പൊ മറ്റാരും പറയാത്തത് പറയാൻ പറ്റുമോ എന്നാ പിന്നത്തെ ചോദ്യം. എന്നാലും വെറുതെ വിടാൻ പരിപാടിയില്ല. ഓഹോ, അപ്പൊ സ്വന്തമായി അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അഖ്ലുനും നഖ്ലുനും എതിരല്ലാത്ത വിധം മാത്രമേ ഖുർആനിനെ സമീപിക്കാൻ പാടുള്ളൂ. ഇതാണ് അതിന്റെ മാനദണ്ഡം. അഖ്ലുനും നഖ്ലു എന്ന് പറഞ്ഞാൽ പൂർവ്വകാല മുഫസ്സിറുകൾ റസൂലുള്ളാഹി അവരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതിന് വിരുദ്ധമാകാൻ പാടില്ല. അവയ്ക്ക് വിരുദ്ധമായി ഒന്നും പറയാൻ പാടില്ല. അഖ്ലുനും നഖ്ലുനും, അഖ്ലുനും സഹീഹായ നഖ്ലുനും വിരുദ്ധമായതൊന്നും വരാൻ പാടില്ല. അല്ലാതെ അങ്ങനെ പറയുവാണെങ്കിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു 30 വോള്യം പരിശുദ്ധ ഖുർആന്റെ തഫ്സീർ എഴുതിയിട്ടുണ്ട്. അതിൽ വേറെ തഫ്സീറുകളിൽ ഒന്നും ഇല്ലാത്ത അനേക ഇൽമുകളുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഒരു പണ്ഡിതൻ പറയാണ്, നിങ്ങളുടെ തഫ്സീറിൽ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അർത്ഥലോകങ്ങളൊന്നും ലോകത്ത് മറ്റൊരു തഫ്സീറിലും ഇല്ലാത്തതാണ്, മറ്റൊരു ആലിമും പറയാത്തതാണെന്ന് പറഞ്ഞിട്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീർ അന്ന് തന്നെ ചുട്ടു കത്തിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലോ, ഇന്നത്തെ ഈ സങ്കുചിതവാദികൾ ആ കാലത്ത് ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യം. അപ്പോഴത് ബാലിഷാണല്ലോ. തഫ്സീറിലൊന്നും ഇല്ലാത്തതും പൂർവികരൊന്നും പറയാത്തതും എന്ന് പറഞ്ഞാൽ 500 കൊല്ലം മുമ്പ് ഒരു മഹാൻ എഴുതിയ തഫ്സീറിൽ അതിന്റെ മുമ്പുള്ള ആരും പറയാത്തതുണ്ടെങ്കിൽ ആ തഫ്സീറിൽ ഇല്ലാത്തത് പറഞ്ഞു എന്ന ആരോപണത്തിന് വിധേയമാവില്ലേ? ആ മുഫസ്സിർ